ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഇഡ്ലിക്കും ദോശക്കും കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു തേങ്ങാ ചട്നി ഉണ്ടാക്കാൻ പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വെറുതെ മസിൽ പിടിച്ചിരിക്കില്ല നിങ്ങളൊക്കെ. ഇത് കാണുന്നവർക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുക. ഒരു പാൻ വെച്ചു. പാൻ ചൂടായതിനു ശേഷം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തത്. അതിന് ശേഷം ഒരു സവോള അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വാട്ടി കൊടുക്കാം. ഒരുപാടൊന്നും വാടണ്ട, ചെറുതായിട്ടൊന്ന് വാടിയതിന് ശേഷം ഒരു 5 ഉണക്കമുളകാണ് ഞാൻ ഇട്ട് കൊടുത്തത് കേട്ടോ. ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് ആ ഉണക്കമുളക് നല്ല ക്രിസ്പി ആയിട്ട് വരും. അത് വരെ നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. കരി എടുത്തിട്ട് മീഡിയത്തിൽ വെച്ചിട്ട് വേണം ആക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ഉള്ളിയൊക്കെ ഒന്ന് കരിഞ്ഞു പോകും. നന്നായിട്ട് ഇളക്കി എല്ലാം ഉണക്കമുളക് ഒന്ന് ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ ആയി കിട്ടിയാൽ മതി കേട്ടോ. ഉള്ളി വാടിയിട്ടുണ്ട്, നമ്മൾ ഉണക്കളവും ആ ഒരു പരിവായിട്ടുണ്ട്. ഇനി ഞാൻ അരമുറിയുടെ ഒരു 1/4 ഭാഗം തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ചട്നി അരക്കാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ആദ്യം ഒരു തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ ഇട്ടതിന് ശേഷം നമുക്ക് വേണ്ട നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന ഉള്ളിയും ഉണക്കമുളകുമില്ലേ അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണം. അതിപ്പോൾ ഫുൾ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടി വെച്ചാൽ അത് അരച്ചെടുക്കാനുള്ള ആവശ്യത്തിലുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട, കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. ഒരുപാട് വെള്ളം ഒഴിച്ചാൽ തരി പോലെ ആയി കിട്ടും, കറക്റ്റായിട്ട് അരയില്ല. ഇത് കറക്റ്റ് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കാം കേട്ടോ. ഇതാ നല്ല പേസ്റ്റ് പോലെ അരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെയിം പാൻ തന്നെ വെക്കാം. നമ്മൾ ഉള്ളി വാട്ടിയില്ലേ പാനില്ലേ, ആ പാൻ തന്നെ വെക്കാം. കാരണം വെളിച്ചെണ്ണയല്ലേ വാട്ടിയത്. ആ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില, 2 ഉണക്കമുളക്, പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ജസ്റ്റ് വാട്ടി കൊടുക്കുക കേട്ടോ. മുളക് പൊടിയൊക്കെ ഇടുമ്പോൾ ലോ ഫ്ലെയിം ആക്കിയിടണം, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോവും. അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചട്നി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. തേങ്ങയുടെ അരപ്പ് ഒഴിച്ച് കൊടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് മെല്ലെ ഇളക്കി കൊടുക്കുക. ഇളക്കി നല്ല കട്ടിയുണ്ട്, നല്ല ഇളക്കി ഒന്ന് സെറ്റാക്കണം. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ അരച്ച് വെച്ച ജാറിലുള്ള അരപ്പ് കൂടി നമുക്ക് കിട്ടണം. അതിൻ്റെ കുറച്ച് വെള്ളമാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ ഓരോരുത്തരുടെ ചട്നിയൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ആക്കാം കേട്ടോ. ഒരുപാട് ലൂസ് വേണമെങ്കിൽ ലൂസ്, അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. കട്ടിയിലാണെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. ഇവിടെ എല്ലാവരും നല്ല ചട്നി എടുത്ത് ഒഴിക്കും, അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് ലൂസാക്കിയതാണ്. കുറച്ച് കേട്ട് കഴിക്കുന്നവരാണെങ്കിൽ തിക്കായിട്ട് എടുക്കുക, അതാണ് ബെറ്റർ, നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഇവിടെ അധികം കഴിക്കുന്നതുകൊണ്ട് അങ്ങനെ ലൂസാക്കിയത് മാത്രം. ഇവർക്ക് അതാ ഇഷ്ടം, അങ്ങനെ വെള്ളം കറി പോലെ എടുത്ത് വയ്ക്കുന്നത് അവർക്ക് ഇഷ്ടം. അപ്പോൾ ഞാൻ ആക്കിയെന്നുള്ളൂ. അത് ചട്നിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഓഫ് ചെയ്തിടാം കേട്ടോ. ചട്നിയായി. അപ്പോൾ നമ്മൾ ആ ചട്നി സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചട്നി നല്ല സൂപ്പറാണ്. ഇഡ്ലിയുടെയും ദോശയുടെ കൂടെ ഒക്കെ കഴിച്ച് പിന്നെയും നമ്മൾ ചട്നി എടുത്ത് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഉണ്ടാക്കാനും ഭയങ്കര ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ, താങ്ക് യു.